ലോക സൈനിക ശക്തികളുടെ പട്ടികയിൽ ആദ്യ 10-ൽ ഇന്ത്യ ഇടം പിടിച്ചിരിക്കുകയാണ്. 4-ാം സ്ഥാനത്താണ് ഇന്ത്യ. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ 9-ാം സ്ഥാനത്തുണ്ടായിരുന്ന പാകിസ്ഥാൻ 2025 ആയപ്പോൾ 12-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് തീവ്രവാദികളെ വളർത്തുന്നതിൽ വിജയിക്കുകയും സൈനിക ശക്തിയിൽ പരാജയപ്പെടുകയും ചെയ്യുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ ഈ കുതിപ്പ് അതെങ്ങനെ കാണുന്നു? അല്ല, ഇന്ത്യ പല കാര്യങ്ങളിലും ലോകരാഷ്ട്രങ്ങളോട് മത്സരിക്കുകയും അവർക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മളുടെ ഇടത്തെ പാകപ്പെടുത്തിയെടുക്കുകയും ചെയ്യാം. അതിന് പ്രധാനപ്പെട്ട കാരണം കുറച്ച് നാളുകളായിട്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സ്ഥിരതയാണ്. ശരിക്കും പറഞ്ഞത് ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മൾ മാറി മാറി വരുന്നതായിട്ടുള്ള ഭരണകൂടങ്ങളുടെ അതേപോലെ തന്നെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെയും പേരിലൊക്കെ കുറച്ച് ദുർബലമായി നിൽക്കുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് രാഷ്ട്രീയ സ്ഥിരത ഉണ്ടാവുകയും രാഷ്ട്രീയ സ്ഥിരതയാണ് ഒരു രാഷ്ട്രത്തെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. രാഷ്ട്രീയ സ്ഥിരതയുള്ള രാഷ്ട്രങ്ങൾക്ക് മാത്രമാണ് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. പാകിസ്ഥാൻ്റെ സ്ഥിതി, പാകിസ്ഥാൻ 9-ൽ നിന്ന് 12-ലേക്ക് പോയി. നമ്മളിനി ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാൻ്റെ പൊസിഷൻ പരിശോധിച്ച് 12-ൽ നിന്ന് 14-ലേക്കോ 15-ലേക്കോ ഒക്കെ താഴാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഒന്ന്, അവർക്ക് ജനാധിപത്യ പ്രക്രിയക്കകത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ളൊരു രാഷ്ട്രീയ സംവിധാനമില്ല. പട്ടാള ഭരണകൂടമാണ് അവിടെ എക്കാലത്തും വാഴ്ച നേടിയിട്ടുള്ളത്. നമ്മളും അവരും ഒരുമിച്ചാണ് സ്വാതന്ത്ര്യം നേടിയെങ്കിലും നമ്മൾ ജനാധിപത്യത്തിൻ്റെ മഹത്തായിട്ടുള്ള പാതയിലൂടെ സഞ്ചരിക്കുകയും ആ ജനാധിപത്യത്തിൻ്റെ ശക്തിയും ഊർജവും ശേഖരിച്ച് വളർച്ച പ്രാപിക്കുകയും വികസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു രാഷ്ട്രമാണ്. നമ്മളെ ലോകം വളരെ ബഹുമാന്യത്തോടെ കാണുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ ലോകത്തോട് എടുക്കുന്നതായിട്ടുള്ള സമീപനം. നമ്മൾ സൈനിക ശക്തിയിൽ 4-ാം സ്ഥാനത്താണ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് മറ്റ് രാഷ്ട്രങ്ങളെ ആക്രമിച്ച് കീഴടക്കുക എന്നുള്ളതല്ല. പകരം നമ്മൾ അണുബോംബ് നിർമ്മിക്കാൻ പോയ സമയത്ത് പോലും നമ്മുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്നത്, അതിൻ്റെ പരീക്ഷണം, ആണവ പരീക്ഷണം എന്ന് പറയുന്നത് സമാധാനത്തിന് വേണ്ടി എന്ന പ്രഖ്യാപനമാണ്. വളരെ അത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ സംഘർഷഭരിതമായിട്ടുള്ള ഒരു ആശയമാണ്. അണുബോംബ് നമ്മൾ നിർമ്മിക്കുന്നു, അണുബോംബിന് വേണ്ടിയുള്ളതായിട്ടുള്ള പരീക്ഷണങ്ങൾ നമ്മൾ ഏർപ്പെടുന്നു, ആണവായുധങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഒക്കെ നമ്മൾ പറയുമ്പോൾ ഇതെല്ലാം സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയാണ് എന്നുള്ളതാണ്. പൊക്രാനിൽ നമ്മൾ വിസ്ഫോടനം നടത്തിയ സമയത്ത് ബുദ്ധൻ്റെ ചിരി എന്നാണ് അതിന് പേര് കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ സമാധാനം കാക്ഷിച്ചുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടത് ചെയ്യുന്നു വെച്ചാൽ, നമ്മളും ചൈനയും തമ്മിൽ നടന്ന യുദ്ധകാലത്ത് നമ്മളെ ചൈന നാണം കെടുത്തി കളഞ്ഞിരുന്നു. കാരണം നമ്മളുടെ സൈനിക ശക്തി എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദുർബലമായിരുന്നു. അന്ന് നമ്മൾ 2 ശക്തികളോട് നമ്മളെ സഹായിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഒന്ന് റഷ്യയോട്, മറ്റൊന്ന് അമേരിക്കയോട്. ഈ 2 ശക്തികളും നമ്മളുടെ സുഹൃത്തുക്കളായിരുന്നു അന്നെങ്കിലും അവർ സഹായിച്ചിരുന്നില്ല. അങ്ങനെ ജവഹർലാൽ നെഹ്റു ഈ ലോകത്തിൻ്റെ മുന്നിൽ നാണം കെട്ട ഒരു പ്രധാനമന്ത്രിയായിട്ട് നിന്ന ഒരു രംഗമുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ അണുബോംബ് നിർമ്മിച്ചേ അടങ്ങും എന്ന് തീരുമാനിക്കുകയും പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അണുബോംബ് വിസ്ഫോടനം നമ്മൾ നടത്തി ലോകത്തെ ഞെട്ടിച്ചളഞ്ഞു. ഒരാൾക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അന്ന് ഈ അണുശക്തിയിൽ അല്ലെങ്കിൽ അണുബോംബ് നിർമ്മിക്കുന്ന കാര്യത്തിൽ, ആണവ ഊർജത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഏതാണ്ട് 6-ാം സ്ഥാനത്തായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് നമുക്കങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു. കാരണം നമ്മളിങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ ആരെയും അറിയിച്ചിരുന്നില്ല. അമേരിക്കയും അതേപോലെ തന്നെ റഷ്യയും ഒക്കെ കരുതിയിരുന്നത് നമുക്കിതിനൊന്നും കഴിയില്ലെന്നാണ്. അവർ മാത്രമല്ല, ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, അങ്ങനെയുള്ള ലോകത്തെ എല്ലാ മഹത് ശക്തികളും ഇന്ത്യയെ പുച്ഛിച്ച് കണ്ടിരുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മളത് പൊളിച്ച് തകർത്തു കൊടുക്കുകയും നമ്മൾ ഈ അണു ബോംബ് നിർമ്മാണ ക്ലബിൽ തന്നെ അംഗമായി തീരുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ ആരെയും ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങളെ ആക്രമിക്കുന്നവരെ തവിടുപൊടിയാക്കും എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും ഉയർന്ന, ഏറ്റവും വികസിതമായിട്ടുള്ള രൂപത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ 4-ാം ശക്തി എന്ന് നമ്മളുടെ ഈ സാധനങ്ങളെ നിരത്തി വെച്ച് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൊടുത്താൽ നമ്മളെ പ്രേക്ഷകർക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. തീർച്ചയായിട്ടും. പക്ഷേ പട്ടികയിൽ 4-ാം സ്ഥാനത്താണ് ഇന്ത്യ. 14,55,550 സൈനികരാണ് ഇന്ത്യക്കുള്ളത്. 513 ഫൈറ്ററുകളും 371 അറ്റാക്ക് എയർക്രാഫ്റ്റുകളും ഉൾപ്പെടെ 2229 സൈനിക വിമാനങ്ങളും ഇന്ത്യക്കുണ്ട്. 4201 ടാങ്കുകൾ, 293 കപ്പലുകൾ, അവയിൽ 2 എയർക്രാഫ്റ്റ് കാരിയറുകളും 18 അന്തർവാഹിനികളും 13 ഡിസ്ട്രോയറുകളും 14 ഫ്രിഗേറ്റും അടങ്ങുന്നു. അഗ്നി, ബ്രഹ്മോസ് തുടങ്ങി തദ്ദേശീയ നിർമ്മിത മിസൈൽ സംവിധാനങ്ങളും ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട്.
ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ 9ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നുള്ളതാണ്. 1ാം സ്ഥാനത്തുള്ള അമേരിക്കയ്ക്ക് 13,43 സൈനിക വിമാനങ്ങളുണ്ട്. 13,043 സൈനിക വിമാനങ്ങളുണ്ട്. 1,790 ഫൈറ്റർ ജെറ്റുകൾ, 889 അറ്റാക്ക് എയർക്രാഫ്റ്റ്, 1,002 അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ 5,843 ഹെലികോപ്റ്ററുകൾ, 4,640 ടാങ്കുകൾ എന്നിവ അമേരിക്കയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. അവരൊരു നാവിക സൈബർ യുദ്ധവിമാനങ്ങൾ സമാനതകളില്ലാത്തതുമാണ്. പിന്നെ ഉള്ളത് ചൈനയാണ്. ചൈന കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ലോകശക്തികളിൽ 3ാം സ്ഥാനത്താണ് ചൈന. 2ാം സ്ഥാനത്താണ് റഷ്യ. 4,292 സൈനിക വിമാനങ്ങൾ, 883 ഫൈറ്റർ ജെറ്റുകൾ, 689 അറ്റാക്ക് എയർക്രാഫ്റ്റുകൾ, 5,750 ടാങ്കുകൾ എന്നിവ റഷ്യയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. ചൈനയ്ക്ക് 20,35,000 സൈനികരുണ്ട്. 1,221 ഫൈറ്റുകൾ, 373 അറ്റാക്ക് എയർക്രാഫ്റ്റ് എന്നിവ ഉൾപ്പെടെ 3,309 മിലിറ്ററി എയർക്രാഫ്റ്റുകൾ ചൈനയ്ക്കുണ്ട്. 6,800 ടാങ്കറുകളുണ്ട്. 3,490 സ്വയം പ്രവർത്തിക്കുന്ന പീരങ്കി യൂണിറ്റുകൾ, 2,750 മൊബൈൽ റോക്കറ്റ് പ്രൊജക്ടറുകൾ എന്നിവയും ചൈനയ്ക്കുണ്ട്. ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും തദ്ദേശീയ ആയുധ വികസനത്തിലെ പുരോഗതിയും സൈനിക ശക്തിയും ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഇങ്ങനെ ലോകത്ത് സൈന്യശക്തി വളരുന്ന സമയത്ത് പുതിയൊരു ലോകത്തിൻ്റെ പ്രക്രിയയിലും നിയന്ത്രണത്തിലും ഈ സൈന്യശക്തിയേക്കാൾ ഉപരിയായിട്ട് ഉയർന്നു വരുന്ന ഉൽപ്പന്നങ്ങളുടെ ശക്തി തന്നെയാണ് ശരിക്കും. ഇപ്പോൾ ചൈനയെ വന്ന് ഇപ്പം 3ാം സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ അവർ ഈ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ലോകത്ത് അമേരിക്കയെ വെല്ലുവിളിക്കാൻ പറ്റുന്ന കരുത്തായിട്ട് അവർ മാറിത്തീരുന്നത് അവർ നിർമ്മിക്കുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ നമുക്കറിയാം, യുദ്ധം നടക്കുന്നത് മാർക്കറ്റിംഗ് മേഖലയിലാണ്, അല്ലെങ്കിൽ വിപണി യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ട്രംപ് ആ യുദ്ധത്തിൽ വിജയം നേടുന്നതിന് വേണ്ടിയിട്ടാണ് ട്രംപ് പുതിയ ആയുധം എടുത്തിരിക്കുന്നത്. അമേരിക്ക 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ ആയുധ ശക്തിയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്ക ആയുധങ്ങൾ കൊണ്ടല്ല ലോകത്തിൻ്റെ മുന്നിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അതിന് പകരമായിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെ വിറ്റഴിച്ച് അതിലൂടെ എങ്ങനെ അവർക്ക് സമ്പത്തുണ്ടാക്കാനായിട്ട് കഴിയും എന്ന അന്വേഷണം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ട്രംപ് ആരംഭിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ നികുതി ചുമത്തിയിട്ടുള്ള പകരച്ചുങ്കം എന്ന് പറയുന്ന സംഭവം. പകരച്ചുങ്കം എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ ടാക്സസ് എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ രാജ്യത്തേക്ക് ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ സാധനങ്ങൾക്ക് പകരമായിട്ട് ഞങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് സാധനങ്ങൾ അയക്കുന്നു. സാധാരണ രീതിയിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രോസസ്സാണത്. പക്ഷേ ഇവിടെ ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ രാജ്യത്തേക്ക് ചൈനയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങണമെങ്കിൽ അതിന് ഇത്ര തീരുവടക്കണം, ഇത്ര ടാക്സ് അടക്കണം എന്ന് പറഞ്ഞിരിക്കുക. 125%, 140, 150 എന്നൊക്കെ പറഞ്ഞ് ട്രംപിന് തോന്നിയതൊക്കെ ട്രംപ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചൈനയും അതേ നാണയത്തിന് തിരിച്ചടച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ ഒരു 3ാം ലോക യുദ്ധം ഒരിക്കലും സാധ്യമല്ലാതായി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആയുധങ്ങൾ കൊണ്ടല്ല ഇനി ലോകത്തെ കീഴടക്കേണ്ടത് ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുറേ കാലങ്ങൾക്ക് മുമ്പ് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ രൂപപ്പെടുകയും ആ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലെ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങളൊക്കെ എങ്ങനെയാണ് അമേരിക്കയുടെ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ആ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയി വിറ്റ് അവിടെ നിന്ന് പഴയ കാലത്ത് കോളനികളിൽ നിന്ന് എങ്ങനെയാണ് ബ്രിട്ടനിലേക്ക് പണം ഒഴുകിയിരുന്നത് അതേപോലെ അമേരിക്കയിലേക്ക് പണം ഒഴുകുകയെന്ന്. നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന പല കമ്പനികളുടെ മദർ കമ്പനികൾ എന്നൊക്കെ പറയുന്നത് അമേരിക്കയിലുള്ള കമ്പനികൾ തന്നെയാണ്. ഉദാഹരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ടൂത്ത് പേസ്റ്റ് അല്ലേ, കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ്, കോൾഗേറ്റ് പാമലീവ് എന്ന് പറയുന്നതായിട്ടുള്ള കമ്പനി അമേരിക്കൻ കമ്പനിയാണ്. അതിൻ്റെ ഒരു ഇന്ത്യൻ പതിപ്പ് മാത്രമാണ് ഹിന്ദുസ്ഥാൻ ലിവർ. ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ലിവർ കമ്പനിയുടെ, യൂണിലിവർ കമ്പനിയുടെ ഒരു പതിപ്പ് മാത്രമാണ്. അങ്ങനെ ഏതാണ്ട് ഒട്ടുമിക്ക മൾട്ടിനാഷണൽ കമ്പനികളും ഇന്ത്യയിലും അതുപോലെ മറ്റ് രാജ്യങ്ങളിലും വലിയ തോതിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുകയും ആ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് ലഭ്യമാകുന്നതായിട്ടുള്ള ലാഭം ഇങ്ങനെ ഒഴുകി അമേരിക്കയിലെത്തുകയും അമേരിക്ക അങ്ങനെ സമ്പന്നമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇതിനിടയ്ക്ക് അമേരിക്കയ്ക്ക് പറ്റിയ ചില അബദ്ധം എന്ന് പറയുന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് യുദ്ധത്തിനാണ്, ഇറാഖിൽ പോയിട്ട് യുദ്ധം നടത്തി, ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ യുദ്ധം നടത്തി. പഴയകാലത്ത് വിയറ്റ്നാമിലൊക്കെ നടത്തിയ യുദ്ധങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ആ യുദ്ധങ്ങളൊക്കെ അതിന് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ യുദ്ധം വേണം എന്നവർക്ക് നിർബന്ധമുണ്ട്. കാരണം എന്താണ്, ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് അമേരിക്കയാണ്. അത് വിറ്റഴിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് അമേരിക്കയ്ക്ക് പണം ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒരു സ്ഥലത്ത് യുദ്ധം പല മേഖലകളിലായിട്ട് ചെറുതായിട്ട് സൃഷ്ടിച്ച്
അവിടെ സാധനങ്ങൾ വിറ്റഴിച്ച് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിൽ അതില്ലാത്ത രീതിയിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക. പക്ഷേ ഇതിനൊക്കെ ഉപോത്ബലകമായി നിൽക്കുന്ന ശക്തി എന്ന് പറയുന്നത് അവരുടെ സൈനിക ശക്തിയാണ്. ലോകത്തെല്ലാവരും വിറപ്പിച്ച് ലോകത്തിൻ്റെ പോലീസുകാരനായി നിൽക്കുന്ന ഈ അമേരിക്കയുടെ മുമ്പിൽ നമ്മൾ ഇന്ത്യക്കാർ അതിശക്തമായിട്ട് പറയുകയാണ്, അത്ര എളുപ്പത്തിൽ ഞങ്ങളോട് മുട്ടാനൊന്നും വരണ്ട, ഞങ്ങൾ മോശമല്ല എന്നുള്ളത്. നമുക്ക് രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന് ഈ 4ാം സ്ഥാനം, രണ്ടാമത്തെന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം നമ്മളാണ്. നമ്മൾ ഉൽപ്പന്നങ്ങൾ, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങണ്ട എന്ന് തീരുമാനിച്ചാൽ അമേരിക്കൻ കമ്പനികൾ പൊട്ടി. അതാണ് പ്രശ്നം. അങ്ങനെ അതിശക്തമായിട്ടുള്ള രീതിയിൽ അമേരിക്കയെ വെല്ലുവിളിക്കാനായിട്ട് മറ്റൊരു വശത്ത് നമുക്ക് ശേഷിയുണ്ട്. മാത്രമല്ല അമേരിക്കയുടെ ഒട്ടുമിക്ക കമ്പനികളും സംവിധാനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നതായിട്ടുള്ള തലച്ചോറ് കൊണ്ടാണ്. നമ്മൾ പഴയകാലത്ത് അതിനെ ഈ വലിയ തരത്തിലുള്ള ഒരു മസ്തിഷ്ക ചോർച്ച എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഓടി അവിടെ ചെല്ലുകയാണ്. ഇവരെയൊക്കെ പുറത്താക്കാനായിട്ട് ട്രംപ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇന്ത്യക്കാരെ മുഴുവൻ പുറത്താക്കിയാൽ അമേരിക്കയ്ക്ക് ചലിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഏതാണ്ട് എല്ലാ മേഖലയിലും അവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകുന്ന നമ്മളാണ്. നമ്മളെ പുറത്താക്കിയിട്ട് എന്ത് അമേരിക്ക?